തിരിച്ചറിയാം, തിരുത്താം, മടങ്ങിവരാം ഇന്നു തന്നെ. പ്രിയ ദൈവജനമേ, 100 ദിവസത്തെ ബൈബിൾ ധ്യാനം കത്തോലിക്ക സഭയുടെ അംഗീകൃതമായ 73 പുസ്തകങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ സിറ്റി ഓഫ് ഗാഡ് എന്ന ഗ്രന്ഥത്തിലെ കാലാനുക്രമമായ വീക്ഷണം പിന്തുടർന്ന് സൃഷ്ടി മുതൽ പിതാക്കന്മാർ, പ്രവാസം, പ്രവാചകന്മാർ എന്നിവയിലൂടെ കടന്ന് ഈശോ മിശിഹായിലെ പൂർത്തീകരണവും ആദിമസഭയുടെ ചരിത്രവും നാം ഇതിലൂടെ ധ്യാനിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ പോഡ്കാസ്റ്റ് ലഭ്യമാകുക. ഓരോ ദിവസത്തെയും വചന പ്രഘോഷണം ശ്രവിച്ചതിന് ശേഷം അതിന് ആധാരമായ ബൈബിൾ ഭാഗങ്ങൾ വ്യക്തിപരമായി വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയുടെ മധ്യത്തിലോ വാരാന്ത്യത്തിലോ നല്ലൊരു കുംഭസാരവും നടത്തി ഹൃദയങ്ങളെ ഒരുക്കുവാനും വിശുദ്ധ കുർബാനയിലൂടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയോടെ മിശിഹായെ സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വചനത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ കൃപാതിരേകത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ നിറയ്ക്കണമേ. വചനം വായിക്കുമ്പോൾ അങ്ങയുടെ ശബ്ദം കേൾക്കാനുള്ള ആന്തരികമായ നിശബ്ദത ഞങ്ങൾക്ക് നൽകണമേ. ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തണമേ. അവിടുത്തെ സ്നേഹത്തിലും കരുണയിലും ആഴപ്പെടാൻ ഈ ബൈബിൾ വചനധ്യാനം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. പ്രിയ ദൈവജനമേ, ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം മുതൽ 50 വരെയുള്ള ഭാഗങ്ങൾ വിശ്വാസ പിതാക്കന്മാരായ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും യൗസേപ്പിന്റെയും ജീവിതയാത്രകളിലൂടെ ദൈവത്തിന്റെ പരിപാലന നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇസഹാക്കിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും വിശ്വസ്തയോടെ നിലനിന്നു. ഗേരാറിലെ പ്രവാസത്തിനിടയിലും ദൈവം അവനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം ഉറപ്പിച്ചു നൽകുന്നുണ്ട്. പിതാവായ അബ്രഹാത്തിന് നൽകിയ ഉടമ്പടി ഇസഹാക്കിലൂടെ പുതിയ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നു. യാക്കോബിന്റെയും ഏസാവിന്റെയും ജനനവും അവരുടെ ഇടയിലുള്ള അവകാശ തർക്കങ്ങളും ദൈവഹിതത്തിന്റെ നിഗൂഢതകളെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യസഹജമായ ബലഹീനതകൾക്കിടയിലും ദൈവം തന്റെ രക്ഷാകര പദ്ധതിയുമായി മുൻപോട്ടു പോകുന്നു. ഈ അധ്യായങ്ങൾ വിശ്വാസത്തിന്റെ തുടർച്ചയെയും ദൈവത്തിന്റെ അചഞ്ചലമായ കരുണയെയും മനോഹരമായി ചിത്രീകരിക്കുന്നു. യാക്കോബിന്റെ പ്രവാസവും ബഥേലിലെ സ്വർഗീയ ദർശനവും ദൈവവുമായുള്ള അവന്റെ ബന്ധത്തിന്റെ പുതിയ അധ്യായങ്ങൾ തുറക്കുന്നു. ലാബാന്റെ അടുക്കിലേക്കുള്ള യാക്കോബിന്റെ യാത്രയും അവിടെ അനുഭവിച്ച കഠിനാധ്വാനവും ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. റാഹേലിനും ലേയയ്ക്കും വേണ്ടിയുള്ള കാത്തിരിപ്പും അധ്വാനവും സ്നേഹത്തിന്റെ തീവ്രതയും വിശ്വസ്തതയും വ്യക്തമാക്കുന്നു. തന്നോടുകൂടെ ഇരിക്കും എന്ന വാഗ്ദാനം യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റുന്നത് കാണാം. യാക്കോബ് ഇസ്രായേൽ എന്ന പേര് മാറ്റപ്പെടുന്ന പെനുവേലിലെ ആ മൽപ്പിടുത്തം ദൈവവുമായുള്ള ആത്മീയ പോരാട്ടത്തിന്റെ അടയാളമാണ്. തന്റെ മുൻഗാമികളുടെ ദൈവത്തെ യാക്കോബ് സ്വന്തം ദൈവമായി തിരിച്ചറിയുന്ന നിർണായക നിമിഷങ്ങളായിരുന്നു അത്. 12 ഗോത്രങ്ങളുടെ പിതാവാകാനുള്ള വിളി ഈ അധ്യായങ്ങളിൽ ദൈവം സ്ഥിരീകരിക്കുന്നു. യൗസേപ്പിന്റെ ജീവിതത്തിലെ പീഡാനുഭവങ്ങളും ഈജിപ്തിലേക്കുള്ള അവന്റെ അടിമത്തം നിറഞ്ഞ ജീവിതവും ദൈവപരിപാലനയുടെ അത്ഭുതകരമായ തെളിവുകളാണ്. സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവനായ യൗസേപ്പിനെ ദൈവം ഈജിപ്തിലെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ചരിത്രം വിസ്മയകരമാണ്. പോത്തിഫറിന്റെ വീട്ടിലും ജയിലിലും അവൻ പുലർത്തിയ വിശുദ്ധി ദൈവാനുഗ്രഹം അവനിൽ നിറയാൻ കാരണമായി. ഫറവോയുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലൂടെ ലോകത്തിന്റെ രക്ഷകനായി മാറാൻ അവന് ദൈവം കൃപ നൽകി. ക്ഷാമകാലത്ത് തന്റെ സഹോദരങ്ങളെയും പിതാവിനെയും സംരക്ഷിക്കുന്നതിലൂടെ അവൻ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മാതൃകയായി. ദൈവം തിന്മയെ നന്മയാക്കി മാറ്റുന്നു എന്ന വലിയ സത്യം യൗസേപ്പിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ജനത ഈജിപ്തിൽ വസിക്കാൻ തുടങ്ങുന്നതോടെ ഉടമ്പടിയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നു. യാക്കോബിന്റെ മരണവും പുത്രന്മാർക്ക് അവൻ നൽകുന്ന അനുഗ്രഹങ്ങളും ഇസ്രായേലിന്റെ ഭാവി ദൗത്യത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. യൂദയായുടെ വംശത്തിൽ നിന്ന് ശീലോ വരുമെന്ന പ്രവചനം മിശിഹായുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു. ഈജിപ്തിൽ വെച്ച് മരിക്കുമ്പോഴും വാഗ്ദാന ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടണം എന്ന യാക്കോബിന്റെ ആഗ്രഹം അവന്റെ വിശ്വാസത്തിന്റെ തീവ്രത കാണിക്കുന്നു. യൗസേപ്പും തന്റെ അസ്ഥികൾ കാനാനിലേക്ക് കൊണ്ടുപോകണം എന്നാവശ്യപ്പെടുന്നത് ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള ഉറച്ച വിശ്വാസം മൂലമാണ്. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ ഒരു കുടുംബം ഒരു വലിയ ജനതയായി മാറുന്നതിന്റെ ചിത്രം നാം കാണുന്നു. മരണത്തെ ഭയപ്പെടാതെ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ശരണപ്പെടാനാണ്
ഓരോ പിതാക്കന്മാരും യാത്രയാകുന്നത്. അവരുടെ ജീവിതം വരാനിരിക്കുന്ന പ്രത്യാശയുടെ പ്രകാശ ഗോപുരമായി ഇന്നും നിലകൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചന ഭാഗങ്ങളിൽ പ്രതിഫലിക്കുന്ന മരുഭൂമിയിലെ അലച്ചിലുകളും കിണറുകൾക്കായുള്ള ദാഹവും യഥാർത്ഥത്തിൽ ദൈവത്തിനായുള്ള മനുഷ്യ ആത്മാവിൻ്റെ ആഴമായ ദാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൗതികമായ സമ്പത്തിലും അധികാരത്തിലും മനുഷ്യൻ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാക്കോബ് ബഥേലിൽ തിരിച്ചറിഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ മാത്രമേ ആത്മാവിന് വിശ്രാന്തിയുള്ളൂ. ലോകം നൽകുന്ന നശ്വരമായ സന്തോഷങ്ങൾ നമ്മെ വഴിതെറ്റിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിത്യമായ ശാന്തി പ്രദാനം ചെയ്യുന്നു. ഈ തിരുവചന ഭാഗങ്ങൾ നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സഭാപിതാക്കന്മാരുടെ ചിന്താധാരയിൽ യൗസേപ്പിൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെയും മഹത്വത്തിൻ്റെയും മുൻനിഴലാണ്. സഹോദരങ്ങളാൽ വിൽക്കപ്പെട്ട യൗസേപ്പ് ലോകത്തിന് മുഴുവൻ ആഹാരം നൽകിയതുപോലെ ക്രിസ്തുവും തൻ്റെ ബലിയർപ്പണത്തിലൂടെ ലോകത്തിന് ജീവന്റെ അപ്പമായി മാറി. യാക്കോബ് സ്വർഗത്തിലേക്ക് ദർശിച്ച ഏണി സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിമുട്ടിക്കുന്ന ദൈവപുത്രന്റെ പ്രതീകമായി പുരാതന സഭ വ്യാഖ്യാനിക്കുന്നു. കഠിനമായ പരീക്ഷണ ഘട്ടങ്ങളിൽ ദൈവം തന്നോടൊപ്പം ഉണ്ടെന്ന പിതാക്കന്മാരുടെ ബോധ്യം ഇന്നും സഭയുടെ ആത്മീയ ശക്തിയാണ്. യൗസേപ്പ് തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നതും അവരെ ആലിംഗനം ചെയ്യുന്നതും പാപസങ്കീർത്തനത്തിൻ്റെ കുംഭസാരം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന ആത്മീയ സൗഖ്യത്തിന് തുല്യമാണ്. ഈജിപ്തിലെ ക്ഷാമകാലത്ത് ജോസഫ് ജനത്തിന് അപ്പം നൽകി സംരക്ഷിച്ചത് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന കർത്താവിൻ്റെ മുൻകൂട്ടിയുള്ള അടയാളമാണ്. അനുരഞ്ജനത്തിൻ്റെ കൂദാശ വഴി വിശുദ്ധീകരിക്കപ്പെട്ട് നാം ബലിപീഠത്തെ സമീപിക്കുമ്പോൾ യാക്കോബിൻ്റെ കുടുംബത്തിന് ലഭിച്ച പുനർസമാഗമത്തിൻ്റെ സന്തോഷം നമുക്കും ലഭിക്കുന്നു. ഈ വചനഭാഗങ്ങൾ വിശ്വസ്തയോടെ കൂദാശകൾ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം പിതാക്കന്മാരെ പോലെ ഒരു തീർത്ഥാടനമാണെന്നും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം സ്വർഗീയ നഗരമാണെന്നും ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ പ്രതിസന്ധിയും അന്തിമ വിധിയുടെ പ്രകാശത്തിൽ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. പിതാക്കന്മാരുടെ ജീവിതത്തിലെ ഓരോ ചുവടും നമ്മെ നിത്യതയിലെ ദർശനത്തിലേക്ക്, ആ മനോഹരമായ ബിയാറ്റിഫിക് വിഷൻ നയിക്കുന്ന ഭൂപടമാണ് നമ്മുടെ ഈ വിശുദ്ധ ഗ്രന്ഥം. ക്രിസ്തുവിനെ നമ്മുടെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ നിത്യ നഗരത്തിലേക്കുള്ള മനോഹരമായ യാത്ര തുടരാം. വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന പ്രകാശത്തിൽ നമുക്ക് ദൈവത്തെ മുഖാമുഖം കാണാൻ ഒരുങ്ങാം. സർവശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.